ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1389 ദിവസമായ ഇന്ന് 2025 മാർച്ച് മാസം 4 തീയതി ചൊവ്വാഴ്ച, 1200 ആണ്ട് കുംഭമാസം 20 തീയതി. ഗുരുവചനങ്ങളിലൂടെ മുമുക്ഷുവും നിത്യാനിത്യങ്ങളെ വിവേചിക്കുവാൻ കഴിവുള്ളവളും ഒന്നിലും ആഗ്രഹമില്ലാത്തവളും ആണെങ്കിൽ ആ സ്ത്രീക്കും പുരുഷന്മാരെ പോലെ സന്യാസം സ്വീകരിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ. നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ 2 ആകസ്മിക സമാഗമങ്ങൾ എന്ന് വിവരിക്കുന്നതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സ്വർണമോ വെള്ളിയോ അണിഞ്ഞിട്ടില്ലാത്ത ആ ധന്യാത്മാവ് ഏതായാലും ഒരു ധനവാനല്ലെന്ന് എനിക്ക് മനസ്സിലായി. വസ്ത്രധാരണം എത്ര ലളിതമായിരുന്നു. വെറും 2 മുണ്ടുകൾ മാത്രം. തൊപ്പിയോ തലപ്പാവോ ഒന്നും ധരിച്ചിരുന്നില്ല. ശിരസ് സന്യാസിമാരുടേതുപോലെ മുണ്ഡിതമായിരുന്നെങ്കിലും അല്പാൽപമായി മുളച്ചുവരുന്ന മുടി അതിൽ സൂക്ഷ്മമായ ഒരു രജതഛവി പരത്തുന്നുണ്ടായിരുന്നു. ലാഭനഷ്ടങ്ങളെപ്പറ്റി കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന വണിഗുരൻ്റെ നിരഞ്ജനത്വമോ ക്ഷാത്രബുദ്ധിയാൽ പോരാളിയിൽ ദൃശ്യമാകുന്ന കാർക്കശ്യമോ ഒരിക്കലും മേശാത്ത അക്ഷോഭ്യമായ ഒരു പ്രശാന്തത മാത്രമാണ് ആ മുഖത്ത് വിളയാടിക്കൊണ്ടിരുന്നത്. എല്ലാറ്റിൽ നിന്നും ആന്തരികമായി നിവർത്തിച്ചാൽ മാത്രം അനുഭവപ്പെടാറുള്ള ഒരു സംതൃപ്തി ഒരു ശിശുവിൻ്റേതുപോലെ ശാന്തമായ ആ മുഖത്ത് നടമാടിയിരുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ അവാച്യമായ ഒരു മൗന ഘനാബ്ദിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തർവാഹിനിയായിട്ടാണ് ആ മഹാത്മാവിൻ്റെ വിചാരധാരയെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. പരിസരത്തിൻ്റെ പ്രേരണയിൽ നിന്നും മുക്തമായി അനുദ്വേഗകരമായ സാവധാനത്തിലുള്ള അവിടുത്തെ പെരുമാറ്റവും അവിടുന്ന് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ പരിശുദ്ധമായ വെണ്മയും ഓരോ അംഗചലനത്തിലും ദൃശ്യമായിരുന്ന പേലവത്വവും ശരീരത്തെ ആച്ഛാദനം ചെയ്തിരുന്ന മേൽമുണ്ടും, എന്നാൽ ഒരു മർമ്മജ്ഞനായ കലാകാരൻ പോലും തൻ്റെ ആലേഖ്യത്തിന് മാതൃകയായി സ്വീകരിക്കുമാറുള്ള അതിൻ്റെ ചുളിവുകളും, ഒരു ആധുനിക തീവണ്ടി സ്റ്റേഷനിൽ ആയിരിക്കുമ്പോഴും ആ ധ്യാനാത്മാവിൻ്റെ എല്ലാ പെരുമാറ്റങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന നിശബ്ദതയും ആ മഹാത്മാവിൽ സംപൂജ്യമായ ഒരു പരിവേഷം ചാർത്തുന്നുണ്ടായിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.